കൈതപ്രം കൊലപാതകം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള വ്യക്തിവിരോധം മൂലമെന്ന് എഫ്ഐആർ. പ്രതി സന്തോഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങൾ ഫെലിക്സ് നൽകും. ഫെലിക്സ്, എഫ്ഐആറിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? മൊത്തി അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് ഈ പ്രതിയായ സന്തോഷമൊപ്പം തന്നെ കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും തമ്മിൽ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിവിരോധം, അത് കുടുംബവുമായി നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ അതൊരു വ്യക്തിവൈരാഗ്യത്തിലേക്ക് നീങ്ങുകയും അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത് എന്നതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഏതായാലും ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക അടക്കമുള്ള നടപടികളിലേക്കാണ് കടക്കുക. ഈ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് ഇപ്പോൾ ഇതാണ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന വീട്, അദ്ദേഹത്തിൻ്റെ വീട്. ഈ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 7 മണിയോടുകൂടി ഈ സന്തോഷ് എന്ന പ്രതി തോക്കുമായി എത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റിന്റെ ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തോക്ക് കണ്ടെത്തുക എന്നതാണ്. തോക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയായിരുന്നു. വിശദമായ പരിശോധന ഇന്നലെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ വിശദമായ പരിശോധന നടക്കും. തോക്ക് കണ്ടെത്തുക എന്നതാണ്. ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തും. ഇവിടെ എവിടെയോ ഈ പ്രതി തോക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിസരങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും നടത്തുക. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം 11 മണിയോടുകൂടിയായിരിക്കും നടക്കുക. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കും. നമുക്കറിയാം ഈ കുടുംബ പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ കൃത്യമായ ആസൂത്രണം ഇയാൾ നടത്തി എന്ന് തെളിയിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതായത് ഈ കൊലപ്പെടുത്തതിന് മുൻപും കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ പ്രതിയായ സന്തോഷ് ഈ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകുന്ന ചില കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഏതായാലും ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തിയുള്ള വിശദമായ പരിശോധന നടക്കുകയാണ്. ഒപ്പം തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതൊക്കെ പരിശോധിച്ച് വരികയാണ്. കാരണം ഈ തോക്ക് ഇയാൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സേനയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ പരിശീലനമൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല ഈ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ സന്തോഷിനെതിരെ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി പിന്നീട് ഈ പറഞ്ഞു തീർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പറഞ്ഞു തീർത്തെങ്കിലും പക്ഷേ ആ വൈരാഗ്യം സന്തോഷ് സൂക്ഷിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന കുറച്ചു കാലത്തിന് ശേഷം സന്തോഷ് പക മനസ്സിൽ വെച്ചുകൊണ്ട് ഒളിഞ്ഞിരുന്ന് ഇത്തരമൊരു കൃത്യം നടത്തിയത് എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ശരി ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇരുവരും തമ്മിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്.